Wait, us? Yeah, you. Why, you got someplace to be? I love that guy. ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 5 ആയ തണ്ടർ ബോൾട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് MCU റിലീസായിരിക്കുന്നത്. ആക്ച്വലി ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിന് ശേഷം മാർവൽ അത്യാവശ്യം നല്ലൊരു സിനിമയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മാർവലിന് ഇനിയും ജീവൻ ബാക്കിയുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് വിഡോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാലന്റീന എന്ന് പറയുന്ന ഡയറക്ടർ ഓഫ് CI എന്നൊക്കെ പറഞ്ഞാലും സെക്കൻഡറി ആൻറ്റാഗനിസ്റ്റ് ആയ ആ ക്യാരക്ടറിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ അഡോപ്റ്റഡ് സിസ്റ്ററായ എലീനയും പോസ്റ്റർ ഫാദറായ നമ്മുടെ റെഡ് ഗാർഡിയനും അതുപോലെ തന്നെ ഏജന്റ് വാക്കർ, പിന്നെ ഗോസ്റ്റ്, നമ്മുടെ ബഗ്ഗി നമ്മുടെ വിന്റർ സോൾജറായ ബഗ്ഗി ആക്ച്വലി ഇതിനകത്ത് ഒരു കോൺഗ്രസ്മാൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു അതിലേക്കുള്ളൊരു കാൽവെപ്പാണ് പുള്ളിയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഒട്ടും മിക്സ് ആവാത്ത അല്ലെങ്കിൽ ഒട്ടും ജെല്ലാവാത്ത ഒരു ടീമാണ്. കോമ്പിനേഷൻ ഓഫ് പീപ്പിൾ ഹു ഹാവ് നെവർ മെറ്റ്. ആക്സിഡൻ്റലി ഇവരെല്ലാം ഒരുമിക്കുന്നു. അവർ ഒരു തണ്ടർ ബോൾട്ട് എന്നൊരു നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ടീമായി മാറുന്നു. അതാണ് ഈ സംഭവം. പക്ഷേ ഇവർ ജെല്ലാകാത്ത ടീമുകളാണെങ്കിലും ഇവരുടെ ആ ഒരു കോൺവെർസേഷനും ഇവരുടെ തമാശയും ഇവരുടെ ആക്ഷൻസും ഇവരുടെ ഒരു എല്ലാം നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വില്ലൻ സെൻട്രിയുടെ ഡാർക്ക് സൈഡ്, വോയിഡ് ആയിട്ടുള്ള സൈഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. നമുക്കറിയാം കോമിക് ബുക്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണ് സെൻട്രി. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ ഇവരുടെയൊക്കെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഓരോരുത്തരായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ലോൺലിനെസ് ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുവരുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവരെല്ലാം ഒരുമിക്കുന്നതെന്നൊക്കെ. സോ ഇറ്റ്സ് വെരി ഗുഡ്. ആക്ഷൻ സീക്വൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും അവരെടുത്തിരിക്കുന്ന ഫ്രെയിമുകളായാലും ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രീൻ നൈറ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡേവിഡ് ലോറി ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ വിഷ്വലൈസേഷനും എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിന്നെ എടുത്തിരിക്കുന്നതിൽ നമുക്ക് അവഞ്ചേഴ്സ് ടവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാത്തവരാണെങ്കിൽ ട്രെയിലറിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിൽ ഓഫ് ന്യൂയോർക്ക് അതൊക്കെ നമുക്ക് റിമെമ്പർ ചെയ്യാനുള്ളൊരു സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ട് മാർവലിൻ്റെ കുറേ നാളത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. മാർവൽ ഫാൻസിന് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിലും സീക്രട്ട് വാർസിലും ഫാന്റാസ്റ്റിക് ഫോറിലൊക്കെ ഇവരെയൊക്കെ നമുക്ക് ഇനിയും കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, അതെല്ലാം മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പിന്നെ നമ്മുടെ റെഡ് ഗാർഡിയൻ്റെയും നമ്മുടെ ഡോക്ടറായ നമ്മുടെ എലീനയുടെയൊക്കെ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീൻസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തമാശയാണെങ്കിൽ നമ്മുടെ റെഡ് ഗാർഡിയനും ബഗ്ഗിയും തമ്മിലുള്ളതൊക്കെ അടിപൊളിയാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു സ്റ്റോറി ലൈനോട് കൂടി എടുത്തിരിക്കുന്ന സിനിമയാണ്. സോ എവ്രി വൺ ഷുഡ് വാച്ച് ഇറ്റ്. MCU ഫാൻസായി എല്ലാവരും തന്നെ കണ്ടിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ No. We are the Thunderbolts!